എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ പഴയ അക്കര തിയേറ്റർ നിൽക്കുന്ന സ്ഥലത്താണ്. ഈ പ്രോപ്പർട്ടി ഷാജു അക്കര എന്ന് പറയുന്ന ഓണറാണ്. ഷാജു അക്കര എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഓണർ. ഇപ്പോൾ ഇത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് കൊടുത്തിട്ട് ഇത് ഇവിടെ ഒരു തിയേറ്റർ സമുച്ചയം, ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കമുള്ള മൾട്ടിപ്ലക്സ് തിയേറ്റർ അടക്കമുള്ള ഒരു സംവിധാനമാണ് വരുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഏകദേശം ആ ഭാഗത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ അക്കര തിയേറ്ററിന് മുന്നിലൂടെയുള്ള റോഡാണ്. ഇത് നമ്മുടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളി പാർക്ക് ചെയ്യുന്ന ആ വാഹനങ്ങളുടെ ആ ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ ഒരു 10-15 മിനിറ്റുകൾക്ക് മുൻപ് ഇവിടെ ഇതിൻ്റെ മുന്നിൽ ഈ നിർമ്മാണ പ്രവർത്തനമായി നടക്കുന്നതിന് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. അതിൽ ഓണർ ഷാജു അക്കരയും മകൻ അർണോൾഡും ഉണ്ടായിരുന്നു. ആ ഭാഗം അങ്ങനെ തന്നെ ഇടിഞ്ഞ് വീഴുകയായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും വേറെ ഒന്നും പറ്റിയിട്ടില്ല. വേറെ പ്രശ്നങ്ങളോ മറ്റു സംഗതികളോ ഒന്നും ഇവർക്ക് സംഭവിച്ചിട്ടില്ല. ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്, വേറെ പ്രശ്നങ്ങളില്ല. പക്ഷേ ഇവിടെ മണ്ണിടിഞ്ഞ് ഇത്രയും വലിയ കാരണം ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പ്രദേശം മൊത്തത്തിൽ ഇടിഞ്ഞ് മണ്ണ് ഇപ്പോഴും സൈഡുകളായിട്ട് ഇടിയുന്നുണ്ട്. പോലീസ് സംവിധാനങ്ങൾ വന്ന് ഇപ്പോൾ ആ ഭാഗത്തൊക്കെ ലൈൻ കെട്ടി ആളുകളെ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് വീണ്ടും ഇവിടെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചാലക്കുടി ഫയർ സ്റ്റേഷനിൽ വർക്ക് ചെയ്യണതാണ്. അപ്പോൾ ഫയർ സ്റ്റേഷൻ തൊട്ട് ഫ്രണ്ടിൽ തന്നെയുള്ള നിർമ്മാണ സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഒരു ഫോൺ വരുന്നു, സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നു നിന്നിട്ട് ഈ ഭാഗത്തേക്ക് നമ്മുടെ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദത്തോട് കൂടിയിട്ട് നിലവിൽ അവിടെ ഒരു ഷെഡ് മീൻസ് അവിടെ ഒരു ഓഫീസ് കെട്ടിടമാണ്. ചെറിയ 2 മുറിയുള്ള മറ്റുള്ള ഇതാണ്. അപ്പോൾ അത് അങ്ങനെ അവിടെ ഇടിഞ്ഞ് വീഴുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഒരു പ്രകമ്പനത്തോട് കൂടിയിട്ട് വീണു. ഞങ്ങൾക്കറിയാവുന്നതാണ് അവിടെ ഓഫീസ് കെട്ടിടത്തിൻ്റെ ഭാഗമാണ് ഇടിഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ ഓഫീസിലെ ആളുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ പേടി അതിനുള്ളിൽ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടോ, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. താഴെ നിർമ്മാണ തൊഴിലാളികളുണ്ടോ എന്നുള്ളതായിരുന്നു. ഞങ്ങൾ എത്രയും പെട്ടെന്ന് എല്ലാവരും അറിയിച്ചു. ജീവനക്കാരെല്ലാവരും വന്നു. അപ്പോൾ ഓഫീസിൻ്റെ ഉള്ളിൽ 2 പേരുണ്ടെന്നുള്ളത് ആണ് പറഞ്ഞത്. അപ്പോൾ അവർ 2 പേരും പരിക്കുകളോട് രക്ഷപ്പെട്ട് അവരിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. വേറെ ആരും കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത്.